ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വിളവുകൾ അധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ക്രിസ്തുവിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഇത്. ഇന്നും ക്രിസ്തു നമുക്ക് തരുന്ന വലിയൊരു ആഹ്വാനമാണ്. ധാരാളം വയൽ പ്രദേശങ്ങൾ, പുതിയ മിനിസ്ട്രികൾ, പുതിയ ശുശ്രൂഷാവേദികൾ ദൈവം നമുക്കായി ഒരുക്കി വച്ചിട്ടുണ്ട്. നാം അത് കണ്ടെത്തി ആ മേഖലകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ മിനിസ്ട്രികളിലൂടെ ദൈവ ശുശ്രൂഷയിൽ നാമും ഭാഗഭാഗിത്വം വഹിക്കണം. ദൈവം അതാണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ എപ്പിസോഡിലൂടെ ദൈവം നമുക്കായി തുറന്നു തന്ന ശുശ്രൂഷാ മേഖലകളിൽ വിജയം വരിച്ച് മുന്നേറുന്ന രണ്ട് വ്യക്തികളോടൊപ്പം നാം യാത്ര ചെയ്യുകയാണ്. ശക്തമായ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ദൈവത്തെ രുചിച്ചറിഞ്ഞ് അനേകർക്ക് പ്രാർത്ഥനാ ചൈതന്യത്തിലൂടെ ദൈവത്തെ സമീപസ്ഥമാക്കിയ രണ്ട് സഹോദരങ്ങളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ശാലോം പ്രേക്ഷകർക്കായി ഇവരെ സ്വാഗതം ചെയ്യുന്നു. ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ജോസഫ് പോൾ. പത്തനംതിട്ട ജില്ലയിൽ അടൂരാണ് സ്വദേശം. ഭാര്യയും 3 കുട്ടികളുമുണ്ട്. വർഷങ്ങളായി പ്രവാസി ജീവിതം നയിക്കുന്നു. എത്ര നാളായി പ്രവാസത്തിലേക്ക് വന്നിട്ട്? ഞാൻ വന്നത് 1982-ലാണ്. 82 എവിടെ എത്തി? ആദ്യം ഇറാഖിലാണ് വരുന്നത്. 2 വർഷം അവിടെ ജോലി ചെയ്തു. ശരി. അതിനുശേഷം 84 സൗദി വന്നു. ഓക്കെ. 2008 വരെ സൗദിയിൽ ചെയ്തു. 2008 ശേഷം ദുബൈയിൽ വന്നു. ഇപ്പോൾ ദുബൈയിൽ സെറ്റിൽഡായി മുന്നോട്ട് പോകുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ പോകുന്നു. ഞാൻ ജെറിൻ കോനൻ, നാട്ടിൽ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഇപ്പോൾ ഗൾഫിലൊക്കെ ആയിട്ട് ഏകദേശം ഒരു 7 വർഷമാകുന്നു. വേറെ ഏതെങ്കിലും ഗൾഫ് നാടുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്? ഇത് 3ാമത്തെ രാജ്യമാണ്. ആദ്യം ഖത്തറിൽ ജോലി ചെയ്തിട്ടു, പിന്നെ സൗദി അറേബ്യയിൽ, പിന്നെ അവസാനമായിട്ട് ഇപ്പോൾ 4-5 വർഷമായിട്ട് ദുബായിൽ വർക്ക് ചെയ്യുന്നു. കുടുംബമൊക്കെ? ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഞാൻ വിവാഹിതനായത്. ഏകദേശം ഒരു 6-7 മാസത്തോളം ആവുന്നു. പിന്നെ നാട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും ബാക്കി സിസ്റ്ററും എല്ലാം അവർ നാട്ടിലാണ്. ശ്രീ ജോസഫ് പോൾ ധാരാളം പ്രാർത്ഥിക്കുന്ന ആളാണ്. ഒത്തിരി ദൈവാനുഭവം പ്രാർത്ഥനയിലൂടെ ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ പ്രാർത്ഥനയിലൂടെ ഈ ദൈവാനുഭവത്തിലേക്ക്, നവീകരണത്തിലേക്കൊക്കെ വരാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? ഫസ്റ്റ് പ്രചോദനം എന്ന് പറയുന്നത് എൻ്റെ സൗദിയിലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. സൗദിയിൽ വചനത്തിന് അനുസരണമായി ജീവിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടാനൊരു സാഹചര്യമുണ്ട്. കൂട്ടായ്മ ജീവിതത്തിൽ വർഷങ്ങൾ കൂട്ടായ്മയിൽ നിന്ന സമയത്തും അദ്ദേഹത്തോട് ഏറ്റവും അടുക്കുന്ന സമയത്തും ഏത് സമയത്തും വചനം എങ്ങനെ ബൈബിളിൽ എഴുതിയോ അതേ രീതി ജീവിച്ചൊരു വ്യക്തിയുണ്ട്. പുള്ളിയുടെ പേര് മാത്യു, വീട്ടിൽ വിളിക്കുന്ന ടോം എന്നാണ്. കോട്ടയം സ്വദേശിയാണ്. അദ്ദേഹത്തെ കണ്ട് പല വർഷങ്ങളിരുന്ന് ഞാൻ ചിന്തിച്ച് എന്താണ് നമുക്ക് ഇതുപോലെ ജീവിച്ചുകൂടെ എന്നൊരു ആശയം ഉള്ളിൽ വന്നു. സത്യത്തിൽ ആദ്യം അദ്ദേഹത്തെ കണ്ടാണ് പഠിച്ചത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയും ദൈവം വളർത്തിക്കൊണ്ടിരിക്കുന്നു. കുടുംബമൊക്കെ ഈ ശുശ്രൂഷകളെയും ഒക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൈഫ് നല്ല സപ്പോർട്ടാണ്. കുട്ടികളൊക്കെ മെച്ചൂർ ആയതുകൊണ്ട് അവർ ബാംഗ്ലൂരിലും പല ജോലി സ്ഥലങ്ങളിലൊക്കെ ആയത് കാരണം വൈഫ് ഫുൾ. എന്തൊക്കെ മേഖലകളിൽ പ്രാർത്ഥിച്ചാണോ അതോ വേറെ ഏതെങ്കിലും സുവിശേഷ പുള്ളിക്കാരി കൂടുതലും ചെയ്യുന്നത് ഈ വചനോത്സവവും സാലവും മാസികകളൊക്കെ
വീടുകളിൽ കൊണ്ട് കൊടുക്കുകയും നാട്ടിൽ കൊടുക്കുന്നുണ്ട്. നാട്ടിൽ കൊടുക്കുകയും പള്ളികളിൽ കൊണ്ടുവന്ന് വരുത്തി പലർക്കായിട്ട് അതിൻ്റെ ഒരു ശുശ്രൂഷയാണ് സൗജന്യമായിട്ട് ചെയ്യുന്നുണ്ട്. വർഷങ്ങളായിട്ട് ചെയ്യുന്നു. വലിയൊരു സന്തോഷമാണ് കുടുംബം ഒരുമിച്ച് ദൈവത്തെ ശുശ്രൂഷിക്കാൻ കഴിയുന്നത്. ജെറിൻ, പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഇവിടെ UAE-യിൽ കൗൺസിലിംഗ് ആൻഡ് ഹീലിംഗ് മിനിസ്ട്രിയുടെ ശുശ്രൂഷയാണ് നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത്. ഒത്തിരി ദൈവാനുഭവത്തിൽ ദൈവം നിങ്ങളെ വളർത്തി. മുൻകാലങ്ങളിൽ നിങ്ങൾ ജെറിൻ തന്നെ അതിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ഒത്തിരി ദൈവം അത്ഭുതകരമായിട്ട് വളർത്തിക്കൊണ്ടുവന്ന് ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ കൗൺസിലിംഗ് ഹീലിംഗ് ശുശ്രൂഷകളിലൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത് എങ്ങനെയാണെന്നും അവരെങ്ങനെയാണത് പരിശീലിപ്പിക്കേണ്ടതെന്നുമൊക്കെ ഉള്ള ആ ഒരു മിനിസ്ട്രിയുടെ തന്നെ നേതൃത്വം നിങ്ങൾ രണ്ടുപേരുമാണ് വഹിക്കുന്നത്. പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമോ? എന്താണ് ഈ കൗൺസിലിംഗ് ഹീലിംഗ് മിനിസ്ട്രി എന്നുള്ളത്? യഥാർത്ഥത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഈ കൗൺസിലിംഗ് ആൻഡ് ഹീലിംഗ് മിനിസ്ട്രിയിൽ വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് തന്നെ മനസ്സിലായിരുന്നില്ല ഇതെന്താണ് സംഭവിക്കണത് എന്നുള്ള കാര്യം. അത് കഴിഞ്ഞ് ദുബായ് ഇടവകയിൽ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അലക്സ് അച്ഛൻ്റെ നേരിട്ടുള്ള ഒരു ശിക്ഷണത്തിൽ വളർന്ന ഒരു ശിഷ്യ സമൂഹം എന്ന് തന്നെ ഹീലിംഗ് കൗൺസിലിംഗ് മിനിസ്ട്രിനെ പറയാൻ പറ്റും. അപ്പോൾ ഏകദേശം 1 വർഷത്തിലധികമായിട്ട് അച്ഛൻ ട്രെയിനിങ്ങും ഒപ്പം തന്നെ വിവിധ ചെറിയ ചെറിയ ശുശ്രൂഷകളിലും ഒക്കെ ഹീലിംഗ് കൗൺസിലിംഗ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകളിലൊക്കെ ഞങ്ങൾ പങ്കാളികളാകുന്നു. പ്രത്യേകിച്ച് കൂടുതലും ഈ ലോകത്തിലൊക്കെ ഒരുപാട് തിരക്കാണ് നമുക്ക്. ഒന്നിനും ഒരിക്കലും ഒരു സമയം ആർക്കും കിട്ടുന്നില്ല. ഇപ്പം ഞാനുൾപ്പെടെ ആയാലും എല്ലാവരും തന്നെ ഏത് ജോലിയായാലും. അപ്പോൾ ഈ തിരക്കിനിടയിലൊക്കെ നമ്മളെ തന്നെ ഒന്ന് ബ്രേക്ക് കൊടുത്ത് എങ്ങനെയൊക്കെ ഒന്ന് ഇരുത്താമെന്നാണ് അച്ഛൻ ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഓർക്കുന്നു, ഞങ്ങളെല്ലാവരും ഒരുപാട് സമയമൊക്കെ ഇങ്ങനെ ധ്യാനം, പ്രാർത്ഥനയെക്കാളും ധ്യാനം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിട്ടകളാണ് ഈ ഹീലിംഗ് മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ കൗൺസിലിംഗ് ആൻഡ് ഹീലിംഗ് മിനിസ്ട്രിയിലേക്ക് ഞങ്ങൾ വരുമ്പോൾ ആദ്യമായിട്ട് ഈ മിനിസ്ട്രി ഫോക്കസ് ചെയ്യുന്നത് തന്നെ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ നമ്മളെ തന്നെ മനസ്സിലാക്കാം, നമ്മളെ തന്നെ ഹീൽ ചെയ്യാം ഈശോയുടെ കൃപയാൽ. അപ്പോൾ നമ്മളെ തന്നെ മനസ്സിലാക്കി ഹീൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ ലോകത്തിൻ്റെ വേഗതയിൽ നിന്നും കുറച്ച് മാറി ചിന്തിക്കേണ്ടി വരും, കുറച്ച് ബ്രേക്ക് ഇടേണ്ടി വരും. അപ്പോൾ ഒപ്പം തന്നെ നമ്മളെ തന്നെ കേൾക്കാനായിട്ട് പഠിക്കുമ്പോൾ മറ്റുള്ളവരെയും കൂടി നമ്മൾക്ക് ഒരുപാട് കേൾക്കാനും അവരുടെ ഉള്ളിലേക്കൊക്കെ വളരെ ആഴത്തിൽ ഇറങ്ങിച്ചേരാനൊക്കെ ആയിട്ട് സാധിക്കും. കുറെ കൂടെ നിശബ്ദമായിട്ട് മറ്റുള്ളവരിൽ നിന്നൊക്കെ അകന്ന് ഈശോയിലൊന്ന് ഈ വേരുകളൊക്കെ ആഴത്തിലേക്ക് പോകുന്ന പോലെ ഒന്ന് ഇറങ്ങിച്ചെല്ലുന്ന ഒരു അനുഭവം. ചേട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ്. അതാണ് ശരി. ശരിക്കും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെ വാച്ച് ചെയ്യുക, നമ്മൾ നമ്മുടെ പ്രകൃതിയെ വാച്ച് ചെയ്യുക, നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ വാച്ച് ചെയ്യുക. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൂടി സംഗമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ആശയങ്ങൾ നമ്മളോട് ചേർന്ന് നിൽക്കും. അപ്പം നമുക്ക് ദൈവത്തെ അറിയാനായിട്ട് പറ്റും. ഈശോ തന്നെ പറയുന്നുണ്ട്, സഹോദരനെ സ്നേഹിക്കാതെ ദൈവത്തിലേക്ക് എത്താൻ പറ്റില്ല എന്ന്. മറ്റുള്ള സഹോദരങ്ങളെ അറിയാൻ പറ്റാതെ നമുക്ക് എങ്ങനെ ദൈവത്തെ കാണാനായിട്ട് പറ്റും? ഇതാണ് ഹീലിംഗ് മിനിസ്ട്രി കൗൺസിലിംഗ് മിനിസ്ട്രി വയ്ക്കുന്ന ഒരു ചോദ്യം തന്നെ. ശ്രീ ജോസഫ് പോൾ, കാലഘട്ടങ്ങളൊക്കെ മാറി വരികയാണ്. നമുക്കറിയാം, ധാരാളം ആത്മഹത്യകൾ ഒത്തിരി വേദനിപ്പിക്കുന്ന, പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ ഇക്കാര്യത്തിലൊക്കെ നെഗറ്റീവ് റെക്കോർഡാണ് കിടക്കുന്നത്. ഒരുപാട് തകർന്ന കുടുംബങ്ങൾ, ഏറ്റവും കൂടുതൽ ഡൈവോഴ്സുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാതെ ഉള്ള ജീവിത സാഹചര്യങ്ങൾ കൂടി വരികയാണ്. നവീകരണത്തിലൂടെ ഈ കൗൺസിലിംഗ് മിനിസ്ട്രിയിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വിശേഷിച്ച് നാട്ടിലുള്ളവർക്ക്, വിദേശത്ത് താമസിക്കുന്നവർ വളരെ സുഭിക്ഷമായി ജീവിക്കുക എന്നുള്ളതാണ് നാട്ടിലുള്ള പൊതുവെ ഒരു വെയ്പ്പ്, അവരുടെ നാട്ടിലുള്ളവരുടെ ധാരണ. പക്ഷേ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളിപ്പോൾ ഇറങ്ങിച്ചെന്ന ഉടനെയാണ് എന്താണെന്നറിയത്തില്ല ഇവരുടെ ഒരു ദുഃഖം. ഫാമിലികളും പല പ്രശ്നങ്ങളും, സാമ്പത്തികത്തിൽ അല്ലാതെ പല പ്രശ്നങ്ങളും ആഴമായിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ആഴമായി കണ്ടതിൻ്റെ പേരിൽ ഞങ്ങളുടെ ആത്മീയ ഗുരുവിനെ അറിയിക്കുകയും അവിടുന്ന് കിട്ടുന്ന നിർദ്ദേശപ്രകാരം ഇവരുടെ വളരെ നീറുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കൗൺസിലിങ് ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. ഇല്ലെന്ന് അത് പിന്നീടുള്ള ജീവിതം, ആത്മഹത്യ ചെയ്യാൻ പോകുന്നവർ, കടബാധ്യതയിൽ വലയുന്നവർ, ഒരുപാട് പേർക്ക് ഇപ്പം നമ്മുടെ ചുരുങ്ങിയ അളവ് കൊണ്ട് ഒരു സാന്ത്വനം കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവർക്കൊരു ഗൈഡൻസ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നു. എങ്ങനെ? പ്രത്യേകിച്ച് ഞങ്ങളുടെ ആത്മീയ ഗുരു ഞങ്ങൾക്കൊരു ട്രെയിനിങ് തന്നിരുന്നു. കഴിഞ്ഞ 1 വർഷം ഞങ്ങൾ അതിൻ്റെ ഒരു ഇതെങ്ങനെയാണ് ഒരാളെ കേൾക്കുക, അതൊരു പ്രധാനമായിരുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് കർത്താവ് ഞങ്ങൾക്ക് അനുഗ്രഹം തന്നു, ഒരാളെ കേൾക്കുക എന്നുള്ളതിന്.
നമ്മൾ എന്ന് പറഞ്ഞ ഒരാളോടൊപ്പം അയാളെ ഫോളോ ചെയ്യുക, അയാളെ ഒരു നല്ല സ്നേഹിതനായിട്ട്, അപ്പോഴേ അവരുടെയൊക്കെ മനസ്സ് തുറക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ പല കാര്യങ്ങളും അവർ പുറത്തേക്ക് വരികയില്ല. വരത്തില്ല. ഫോണിലൂടെ ആയാലും നേരിട്ടായാലും ഞങ്ങൾ അവരുടെ പ്രശ്നത്തിലേക്ക് അവരോടൊപ്പം നടന്ന് അവരെ കർത്താവിലേക്ക് തിരിച്ച് ആ സൗഖ്യവും ആന്തരിക സൗഖ്യം ജെറിൻ സംസാരിച്ചതുപോലെ അവരുടെ ഉള്ളിലെ മുറിവുകളെ ഉണക്കുക എന്നതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം, ശുശ്രൂഷയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ആളുകളെ അപ്പോൾ അങ്ങനെ ഒരുപാട് പേരെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു, നോർമൽ ലൈഫിലേക്കും ആത്മീയ ജീവിതത്തിലേക്കും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ജെറിൻ പറഞ്ഞതുപോലെ. നല്ല പരിശീലനം അതിനാവശ്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു മേഖല സാധാരണ ശുശ്രൂഷകൾ പോലെയല്ല. വളരെയധികം ദൈവത്തോട് ആഴപ്പെട്ട് നമ്മൾ കൊടുക്കുന്ന ഉപദേശങ്ങളും അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് തന്നെ അത് നമുക്ക് ലഭിച്ച് നമ്മളത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ശുശ്രൂഷയിലേക്ക് വരുന്നവർക്ക് എന്തൊക്കെ ഒരുക്കങ്ങളാണ് ശരിക്കും വേണ്ടത്? ഒരുക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വചനം ഓർമ്മ വരാണ്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ദൈവമായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് ഉള്ള ഏറ്റവും നല്ലൊരു വേദി എന്ന് പറയുന്നത് ഹൃദയശാന്തതയാണ്. അപ്പോൾ ഈ ഹൃദയശാന്തത അല്പമെങ്കിലും നമ്മൾ അഭ്യസിച്ച് കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആ ഒരു ചോദനകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രവഹിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ആവശ്യമുള്ളിടത്ത് ആവശ്യക്കാരുടെ വിശപ്പ് പോലെ നമുക്ക് വിളമ്പി കൊടുക്കാനായിട്ട് സാധിക്കും. ചേട്ടൻ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും ശ്രദ്ധ നമ്മളിതിന് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ നമ്മുടെ ഒരു വാക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയാൽ ഒരുപക്ഷെ ഒരു വലിയൊരു കെട്ടിടത്തിൻ്റെ അടിത്തറ ഇളകുന്ന പോലെ നമ്മളായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തികളുടെ കുടുംബങ്ങൾ ഒരുപക്ഷെ തകർക്കപ്പെട്ടേക്കാം. അപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധ അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞത്, നമ്മളെ തന്നെ മനസ്സിലാക്കി കേൾക്കാനായിട്ട് പഠിക്കുമ്പോൾ നമ്മളിലേക്ക് ഈ ശ്രദ്ധ ദൈവത്തിൻ്റെ ആത്മാവ് പതുക്കെ തരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ഹീലിംഗ് കൗൺസിലിംഗ് മിനിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് നല്ലൊരു കേൾവിക്കാരനാവുക, നമ്മളെ തന്നെ അറിയാനായിട്ട് പഠിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു ഹീലിംഗ് കൗൺസിലിംഗ് മിനിസ്ട്രിയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമം. ജോസഫ് പോൾ, ഒരുപാട് അനുഭവങ്ങൾ പ്രത്യേകിച്ച് ഇതിൽ വന്നതിന് ശേഷം ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഓർത്തെടുക്കാമോ? ഏതൊക്കെ മേഖലയിലാണ് കൗൺസിലിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റിയതിലൂടെ അല്ലെങ്കിൽ ആളുകളെ അവരുടെ വിഷമം അറിഞ്ഞ് അവരെ മടക്കിക്കൊണ്ട് വരാൻ കഴിഞ്ഞ ഒരു സാക്ഷ്യം? സംഭവങ്ങളുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം വ്യക്തികളെ പറയുന്നില്ല, ഒരുപാട് രണ്ട് പേരും ജോലി ചെയ്യുന്ന കാരണം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഫാമിലിയിൽ, ഇവിടെ ഗൾഫിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് വളരെ ശാന്തതയോടുകൂടി അവരെ കേട്ട് രണ്ടുപേരെയും കേട്ട് അതിന് കൗൺസിലിങ്ങിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി. ഇപ്പോൾ അനുഭവത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. വീണ്ടും യോജിച്ച് ജീവിക്കുന്ന രണ്ട് കേസ് വന്നിട്ടുള്ളത്, പല പ്രശ്നങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്, ബന്ധം പിരിയാൻ പോകുന്ന അതെല്ലാം കൗൺസിലിങ്ങിലൂടെ തീർത്തതായിട്ട് ഒരുപാട് അനുഭവമുണ്ട്, വർഷങ്ങളായിട്ട് അനുഭവമുണ്ട്. വീണ്ടും അവർ സന്തോഷത്തോടു കൂടി കർത്താവിനെ അറിഞ്ഞ് നല്ല ഫാമിലിയായിട്ട് ഈ അടുത്ത സമയത്ത് ആ വീട്ടിൽ ഇപ്പോൾ നിരന്തരം പ്രെയർ വയ്ക്കുന്നുണ്ട് അവർ രണ്ടുപേരും കൂടി. ഏകദേശം ഒരു എത്ര പേര് നിങ്ങളുടെ മിനിസ്ട്രിയിലുണ്ട്? എങ്ങനെയൊക്കെയാണ് അവരെ നിങ്ങൾ ഈ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവന്ന് പരിശീലിപ്പിക്കുന്നത്? 22 വ്യക്തികളാണ് ഞങ്ങൾ ഒരു മിനിസ്ട്രിയിൽ ഹീലിംഗ് മിനിസ്ട്രിയിലുള്ളത്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു റുട്ടീൻ? മാസത്തിലാണോ ആഴ്ചയിൽ ഒരിക്കലാണോ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത്? ഞങ്ങൾ എല്ലാ മാസത്തിലും 4ാമത്തെ ആഴ്ചയാണ്. അതും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ അലക്സ് അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങളുടെ പ്രയർ മീറ്റിങ്ങുകൾ നടക്കുക. എല്ലാ മാസത്തിൻ്റെയും അവസാനത്തെ 4ാമത്തെ വ്യാഴാഴ്ചകളിൽ 1 മണിക്കൂറാണ് ഞങ്ങൾ അതിനു വേണ്ടി സമയം മാറ്റിവെക്കുക. പ്രത്യേകിച്ചായിട്ട് വചനമെടുത്ത് ധ്യാനിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അച്ഛനോട് പരിശീലിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ ഓർക്കുന്നു, ഒരു വചനം തന്നെ 2-3 മാസങ്ങൾ വരെ ഞങ്ങൾ ധ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ആദ്യമൊക്കെ വിരക്തി തോന്നിയെങ്കിലും പിന്നീട് അങ്ങോട്ട് യേശു മധുരമാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നതിൻ്റെ ആ ഒരു സൂചനകൾ ഞങ്ങളുടെ ഉള്ളിൽ ചെറുതായിട്ടൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. പിന്നീട് ആ മാധുര്യം ടേസ്റ്റ് ചെയ്യാനായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നമ്മുടെ ചുറ്റുപാടുള്ള ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ കുറച്ചൊക്കെ പെട്ടെന്നല്ലെങ്കിലും പതുക്കെ ഞങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വചനത്തിന് മുകളിൽ അടയിരിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ വളരെ ശാന്തമായിട്ടും എന്നാൽ വളരെ വേരോട്ടമുള്ള തലത്തിൽ ഓരോ വചനങ്ങളെടുത്ത് അതിലൂടെ ആദ്യം നിങ്ങൾക്ക് തന്നെ ഒരു ഹീലിംഗ് പരിശീലനം ലഭിക്കുകയാണ്. അത് നിങ്ങൾ വേറൊരാൾക്ക് നിങ്ങളത് പകർന്നു കൊടുക്കുകയാണ് ശരിക്കും. അതൊരു തീർച്ചയായിട്ടും
ഒരു അനുഭവം നമ്മൾ കൈമാറുകയാണ്. നമ്മളത് സെൽഫായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ട് വേറൊരാൾക്ക് നമ്മളത് കൊടുക്കുന്നു. അങ്ങനെയല്ലേ? അങ്ങനെ തന്നെ. ജനങ്ങൾ എങ്ങനെ ഈ മിനിസ്ട്രി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? സത്യത്തിൽ ഹീലിംഗ് കൗൺസിൽ എന്ന മിനിസ്ട്രി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്, നമ്മുടെ മനസ്സൊക്കെ തുറന്നു വയ്ക്കാനായിട്ടുള്ള അവസരം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഒരു പരിശീലനം നേടിയ വ്യക്തികളെ ഇറങ്ങിച്ചെല്ലുമ്പോൾ അതിനതിൻ്റേതായ മാറ്റങ്ങൾ, ചലനങ്ങൾ സൃഷ്ടിക്കാനായിട്ട് പറ്റുന്നുണ്ട്. നേരെ മറിച്ച് നമുക്ക് ആഴത്തിലൊരു വേരോട്ടമില്ലാതെ നമുക്ക് മറ്റുള്ളവർക്ക് ആ ഒരു ഹീലിംഗ്, സന്തോഷം കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ള ചുരുക്കം വ്യക്തികളൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഏറ്റവും അധികം സന്തോഷം നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളും അതുപോലെയൊക്കെ ആയിത്തീരുമ്പോൾ, ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ, അവരുടെ മനസ്സുകൾ അറിയുമ്പോൾ ആ സന്തോഷം ഒരുമിച്ച് പങ്കുവയ്ക്കാനും പകർന്നു കൊടുക്കാനൊക്കെ ഞങ്ങളുടെ മിനിസ്ട്രിയിലൂടെ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് എല്ലാവരും അംഗീകരിക്കുന്നത്. പ്രത്യേകിച്ച് കൗൺസിലിങ് ജോസഫ് സഹോദരൻ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു കൗൺസിലിങ്ങിലൂടെ നമുക്ക് തന്നെ ഒരുപാട് ഹീലിങ്ങുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വന്തം ജീവിതത്തിൽ അങ്ങനെ കിട്ടിയ ഒരു അനുഭവം പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാമോ? ഒരിക്കൽ ഒരു വലിയൊരു അപകടം ഉണ്ടായി. എങ്ങനെ അതിനെ തരണം ചെയ്യുന്നു ആ സമയത്ത് എനിക്കറിയത്തില്ല. ഞാൻ ഒറ്റയ്ക്കുള്ളൂ, രാത്രിയില്ല. എൻ്റെ സ്വന്തം അനുഭവത്തിൽ അച്ഛൻ ഞങ്ങളെ പരിശീലിപ്പിച്ച നിശബ്ദത, അത് വളരെ കാര്യമായിട്ട് ആ ഒരു സമയത്ത് രാത്രി, ഞാൻ അന്ന് ആ രാത്രി ജെറിനെ വിളിച്ച് പറയുകയും ചെയ്തു. വളരെ തന്മയത്വമായിട്ട് അത് വളരെ ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരുമില്ല. അത് വളരെ സോൾവ് ചെയ്ത് ആ ശാന്തത എടുത്ത് ഒരു വിപ്രീതിയിലേക്ക് മാറാതെ വളരെ ശാന്തമായിട്ട് അത് കൈകാര്യം എനിക്ക് തനിയെ പരിശീലനം കിട്ടിയത് കാരണം ചെയ്യാൻ കഴിയും. ജെറിൻ, ഈ ഹീലിംഗ് അത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും വേണ്ടതാണ്. ഇപ്പോൾ ശരീരത്തിലുണ്ടാകുന്ന വൈകല്യങ്ങളെയാണ് നമുക്ക് രോഗങ്ങളായിട്ട് അതിനെ കാണുന്നത്. അപ്പം മാനസികമായിട്ടും അങ്ങനെ ഒരുപാട് വൈകല്യങ്ങളുള്ളവരെ അങ്ങനെ അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ ഒക്കെ പ്രശ്നങ്ങളുള്ളവരെയാണല്ലോ ദൈവം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന അനുഭവങ്ങൾ ജെറിൻ്റെ ജീവിതത്തിൽ എന്താണുള്ളത്? അങ്ങനെ കൊണ്ടുവരുന്ന അനുഭവങ്ങൾ നമ്മൾ ഓരോ നിമിഷത്തിലും കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളെയും പഠിക്കാൻ പറ്റും, അവരെയും പഠിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഞാനൊരു ജോലിക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി പോയി. പക്ഷേ ആ ജോലി ഏകദേശം ഉറപ്പായിട്ടും അവസാന നിമിഷം തട്ടിത്തെറിക്കപ്പെട്ടു. പക്ഷെ ആ ജോലി പോയ നിരാശയിൽ ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്നപ്പോൾ ഞാനൊരു വ്യക്തിയെ കണ്ടുമുട്ടി. ഒരുപക്ഷെ എനിക്ക് ആ ജോലി കിട്ടിയിരുന്നെങ്കിൽ ഈ വ്യക്തിയെ ഞാനൊരിക്കലും കണ്ടുമുട്ടില്ലായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു ക്രൈസ്തവനാണ്. അപ്പോൾ ഇദ്ദേഹം ആരൊക്കെ കണ്ടാലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇദ്ദേഹം ഒരുപാട് ഷൗട്ട് ചെയ്യും. പ്രായം കുറവാണ്, എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം ഒരു സമൂഹത്തിൽ ഒരിക്കലും ചേർന്ന് നിൽക്കില്ല, എപ്പോഴും ഒറ്റപ്പെട്ട് നിൽക്കും. അപ്പോൾ ഇദ്ദേഹം പലരെയും മർദ്ദിക്കും. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന സംഭവങ്ങൾ ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം രണ്ടും കൽപ്പിച്ച് ഇയാളോട് പോയി പറഞ്ഞു, എന്തോ ഒരു വേദനയുണ്ട്, അത് കാരണം കൊണ്ടായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ എന്തോ മുറിവേറ്റൊരു മനസ്സുണ്ട്. ആ മുറിവേറ്റ മനസ്സ് ഈ വ്യക്തിയോട് ഞാൻ തുറന്നു പറഞ്ഞു. രണ്ടും കൽപ്പിച്ചാണ്, കാരണം ഇദ്ദേഹം എങ്ങനെ പെരുമാറുന്ന എനിക്കറിയില്ല. ഒരു ദിവസം എനിക്ക് ഒറ്റയ്ക്കായിട്ട് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, മുറിവേറ്റൊരു മനസ്സ് നിങ്ങളെ വേട്ടയാടുന്നുണ്ട്, ആ മനസ്സാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഞാൻ പറഞ്ഞു. എൻ്റെ ഉള്ളിൽ അങ്ങനെ പറയാനുള്ളൊരു ചോദന ഉണ്ടായി. അങ്ങനെ ഞാൻ പറഞ്ഞു. ഇദ്ദേഹം ഒന്ന് ഷൗട്ട് ചെയ്തു, പക്ഷേ ഞാൻ ശാന്തമായിട്ട് അവിടെ നിന്ന് ഞാനിത് പറഞ്ഞ് തിരിച്ചു. അങ്ങനെ ഈ വ്യക്തി പിറ്റേ ദിവസം ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം എൻ്റെ ഡോറിലൊന്ന് വന്ന് പതുക്കെ തട്ടി. അപ്പോൾ ഞാൻ അകത്ത് കതക് തുറന്ന് ഞാൻ അകത്തേക്ക് കയറി വിളിച്ചു. അപ്പോൾ ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്നെ തല്ലാനാണെങ്കിൽ നേരത്തെ കുട്ടി പറയണം, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രമ്യമായിട്ട് ഇവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഈ കണ്ടെത്തിയ സുഹൃത്തിന് ഒരുപാട് കാലത്തെ വേദനകൾ, ഒരുപക്ഷെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നമ്മുടെ ദേവാലയങ്ങളിൽ നിന്നും അങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിൽ നിന്നും ഇദ്ദേഹം ഒറ്റപ്പെട്ട് എല്ലാവരും തട്ടി അകറ്റി മാറ്റി നിർത്തിയ ഒരു വ്യക്തിത്വമാണ്. അങ്ങനെ ഒരു വേദനയുടെ ഒരു വലിയൊരു കഥ തന്നെ അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇത്രയും ദേഷ്യമുള്ള, ഇത്രയും ആരോഗ്യവാനായ, എനിക്ക് തോന്നുന്നു
ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ആരോഗ്യ ദൃഢഗാത്രനാണ്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരു വാക്കുകൊണ്ട് ഒറ്റ നിമിഷം കൊണ്ട് അദ്ദേഹം ഒന്നുമല്ലാതായിത്തീരുന്ന ഒരു ഫ്രീ ബേഡായി പോകുന്ന പോലെ എൻ്റെ മുൻപിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുമ്പോൾ ആ ജോലിയേക്കാൾ എത്രയോ വലിയൊരു കാര്യമാണ് ഈ ഒരു മകൻ എനിക്ക് കാഴ്ചയിലൂടെ കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ദിവസം പ്രതി ഞങ്ങൾക്കും മറ്റുള്ളവർക്കും ഒക്കെ ഈ ഹീലിംഗ് മിനിസ്ട്രി ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നു. ഒരു പ്രത്യേകമായ തലത്തിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമാണല്ലോ ഇതിൻ്റെ ഏറ്റവും വലിയൊരു മരുന്നെന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ച് ഒരുപാട് വ്യക്തികൾക്ക് അതിലൂടെ തന്നെ ഹീലിംഗ് കൊടുക്കാൻ കഴിയും. ധാരാളം ആളുകൾക്ക് നിങ്ങളുടെ സമർപ്പണവും പ്രാർത്ഥനയും നിങ്ങൾക്കറിയാം കൃത്യമായിട്ട്. നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്ന ഒരാൾ അവരുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ മേഖലയ്ക്ക് വേണ്ടി നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ച് ഒരു പരിധി വരെ അതിലൂടെ തന്നെ ഒരു ഹീലിംഗ് പുറപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ജോസഫ് ബ്രദറിൻ്റെ ജീവിതത്തിലുണ്ടോ? ഗൾഫിലുള്ള ഒരാൾക്ക് ഈ ദുഃഖങ്ങൾ അറിയത്തുള്ളൂ. നാട്ടിലുള്ളവരോട് പറഞ്ഞാൽ അവിടെ എന്താണ് അത് അത്രയും വ്യക്തതയില്ല. പക്ഷേ ഒരുപാട് നീറുന്ന പ്രശ്നങ്ങൾക്ക് കൂടിയിരുന്ന് പ്രാർത്ഥിച്ച ഒരുപാട് സംഭവങ്ങൾ, അത്ഭുതങ്ങൾ പോലും നടന്നിട്ടുണ്ടെന്ന് ഞാൻ പറയും. കർത്താവിൻ്റെ അത്ഭുതം കണ്ട ഒരാളാണ് ഞാൻ. അങ്ങനെ എനിക്കതിന് വാക്ക് വിവരിക്കാൻ കഴിയും. ഒരു 60 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി, എൻ്റെ ഒരു ഫ്രണ്ടാണ്. അദ്ദേഹത്തിന് പോകാൻ അപ്പോഴത്തെ സാമ്പത്തിക പരിധി പറ്റത്തില്ല. അപ്പം എന്നും എന്നോടൊപ്പം പള്ളി വരികയും ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. അപ്പോൾ പുള്ളി പറയും, ജോസഫേ, ഇത് എനിക്ക് പോകാൻ കഴിയുന്നില്ലടോ, ഞാൻ എങ്ങനെ പോകും എന്ന് പറഞ്ഞു. അയാളുടെ ദുഃഖമാണ്. കാരണം 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ ജോലി ചെയ്യാനൊക്കത്തില്ല, ഇവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അന്ന് നിയമം ഇല്ല. അന്ന് ഞാൻ ഹീലിംഗ് മിനിസ്ട്രിയിലൊന്നും വന്നിട്ടില്ല. ഇങ്ങനെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമയം. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സാന്ത്വനം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു, ജോസേ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കിരുന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യത്തിൽ പ്രാർത്ഥന തുടങ്ങിയത് പുള്ളിയെ ആശ്വസിപ്പിക്കാനാണ്. അവസാനം ഞങ്ങൾ പല രാത്രിയിൽ മരുഭൂമിയിൽ രാത്രി പോയി 10 മണി കഴിഞ്ഞതിന് ശേഷമൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇയാളുമായിട്ട് ഞാനും വേറെ എൻ്റെ കൂടെ വേറെ അൻസാജുണ്ട്, ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ച് ഒരു 3 മാസം കഴിഞ്ഞുടനെ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം ഞങ്ങൾ കാണുകയാണ്. ഒരു മലയാള പത്രം എടുത്ത് നോക്കുന്നുണ്ടേ, അന്ന് ഞാൻ നോക്കുന്നുണ്ടേ 60 വയസ്സിന് മുകളിൽ വിസ അടിക്കാമെന്ന അതിൻ്റെ ഹെഡ്ലൈൻ. അങ്ങനെ ഞാൻ ഉടനെ തന്നെ അവിടുന്ന് വണ്ടി വിട്ട് ഇദ്ദേഹത്തിൻ്റെ ന്യൂസ് പേപ്പർ കൊടുത്തോടനെ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ, ഞാൻ പറയുന്നത് ഉടനെ സ്പോൺസറെ ഏൽപ്പിക്കാൻ. അന്ന് തന്നെ പുള്ളി ഇത് സ്പോൺസറിന് മലയാളമായതുകൊണ്ട് അത്ര വിശ്വാസമായില്ല. എന്തിനു പറയുന്നു, വീണ്ടും അദ്ദേഹം 2 വർഷം കൂടെ വിസ അടിച്ച് വീണ്ടും ജോലി ചെയ്ത് അദ്ദേഹം ഒരു സ്വന്തമായി വാഹനം വാങ്ങിക്കാനുള്ള പൈസ കിട്ടാൻ. അത് ഒരു വലിയ ഒരു അത്ഭുതമായിരുന്നു. കാരണം സാധ്യമല്ല എന്ന് നിയമങ്ങൾ പോലും ഇരുന്ന സമയത്ത് എവിടെയോ 2-3 പേര് രാത്രി ഇരുന്ന് ഇദ്ദേഹത്തിനെ സത്യത്തിൽ പറഞ്ഞ് ആശ്വസിപ്പിക്കുക. ഇത്രയും ഒരു അത്ഭുതം, നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു. അതെ, ലളിതമായ ഒരു കൗൺസിലിങ്ങിലൂടെ തന്നെ പുള്ളിക്കൊരു വിഷമിച്ചിരിക്കുകയാണ്, ഇനി എനിക്ക് നാട്ടിൽ പോകാൻ സാമ്പത്തിക സ്ഥിതിയൊന്നും ആയിട്ടില്ല. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വലിയൊരു ഹീലിംഗ് അവിടെ കൊടുക്കാൻ പറ്റി. ഞങ്ങളാണ് സത്യത്തിൽ അതിനകത്ത് ഹീലിംഗ്, അത് ഡയറക്റ്റ് കാണാനും അനുഭവിക്കാനും പറയുന്നുണ്ടേ വളരെ അനുഭവമാണ്. ജെറിൻ, എന്തൊക്കെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനുകൾ? എന്തൊക്കെയാണ് ഈ മിനിസ്ട്രിയിലൂടെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് നിങ്ങളുടെ സ്വപ്നം? കുറേ കൂടി ഇത് വളർന്നു വരാൻ, പ്രത്യേകിച്ച് ഇത് അധിക വർഷങ്ങളായിട്ടില്ല ഇങ്ങനെ ഒരു മിനിസ്ട്രി മുൻനിരയിലേക്ക് വരാൻ തുടങ്ങിയിട്ട്. നവീകരണത്തിൻ്റെ കാലഘട്ടം മുതൽ കൗൺസിലിംഗ് ഉണ്ടെങ്കിൽ പോലും കൗൺസിലിംഗ് നമ്മൾ ശുശ്രൂഷകളുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു മിനിസ്ട്രി ആയിട്ട് ഫോം ചെയ്ത്, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ നമ്മളൊരു കൗൺസിലിംഗ് ഹീലിംഗ് മിനിസ്ട്രി ആയിട്ട് ഫോം ചെയ്ത് അതിൻ്റെ ശക്തമായ തലത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ഭാവി സ്വപ്നങ്ങൾ? എങ്ങനെയൊക്കെയാണ് ഇത് മുന്നോട്ട് പോകേണ്ടത്? ഭാവി സ്വപ്നങ്ങളെ പറ്റി പറയുമ്പോൾ ഈ ഒരു മിനിസ്ട്രീനെ നോക്കിക്കാണുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഞങ്ങൾ 1-2 വർഷം പൂർത്തിയാക്കി ഞങ്ങൾ സ്ഥാനം ഒഴിയും. അപ്പോൾ ഞങ്ങൾക്ക് പിന്നിലായിട്ട് തുടർന്ന് വരുന്നവർക്ക് മുതൽക്കൂട്ടായിട്ട് ഇവിടെ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ ബഹുമാനപ്പെട്ട വൈദികരുടെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ സ്പിരിച്വലായിട്ടും മനഃശാസ്ത്രപരമായിട്ടൊക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ ഇവിടെ നടക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ നമ്മളെ ആത്മീയമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഒന്ന് ബലപ്പെടുത്തിയെടുത്ത്
ഇത് മാത്രമല്ല, നമ്മൾ ബലപ്പെടുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഇത് കൈമാറ്റം ചെയ്യപ്പെടുകയും അങ്ങനെ ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് മിനിസ്ട്രീനെ വാർത്തെടുത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അങ്ങനെയുള്ളൊരു വലിയൊരു ആരവം തന്നെ ഇതിന് പുറകിൽ പതുക്കെ അലയടിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഞങ്ങളൊക്കെ തുടക്കക്കാർ അല്ലെങ്കിൽ കുറച്ച് നാൾ എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇതിലേക്കാളൊക്കെ ശക്തമായിട്ടുള്ളവർ ഞങ്ങൾക്ക് പിന്നാലെ ഇതിൻ്റെയൊക്കെ ചൂട് പറ്റി വരുന്നുണ്ടെന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. ധാരാളം നന്മകൾ ഈ ഒരു മിനിസ്ട്രിയിലൂടെ പുറപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ജനങ്ങളെല്ലാം എന്തിൻ്റെയൊക്കെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ കണ്ടെത്തി അവരോട് ഒരു സാവകാശം പറയാൻ, ദൈവത്തിൻ്റെ മുമ്പിൽ ഇതുപോലെ അടയിരിക്കാൻ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് വചനത്തോടു കൂടെ നിങ്ങൾ അടയിരുന്ന് വേരുകൾ കിളിർക്കുന്ന പോലെ ശാന്തമായിട്ട് അവിടെ ഇരുന്ന് വളരാൻ നിങ്ങളുടെ കൊടുക്കുന്ന പരിശീലനം നല്ലതാണ്. ഒരുപാട് വ്യക്തികൾക്ക്, ഒരുപാട് ഹൃദയങ്ങൾക്ക് അത് ആശ്വാസമാകട്ടെ. അത് മരുഭൂമിയിലെ ഒരു നീരുറവ പോലെ അനേകരുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും അനേകം കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അത് ഇടവരുത്തുകയും ചെയ്യട്ടെ. കുടുംബങ്ങൾ ശക്തിപ്പെടുമ്പോഴാണ് നാം നേരത്തെ ചർച്ച ചെയ്ത പോലെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ നമ്മളിൽ വരാതിരിക്കുന്നത്. കുടുംബങ്ങൾ ശക്തിപ്പെടുമ്പോഴാണ്. വ്യക്തികൾ കുടുംബങ്ങളിലേക്ക് ഉയരുന്നു, അത് കൂട്ടായ്മകളിലേക്ക്, അങ്ങനെ സഭ ആകമാനം ശക്തിപ്പെടുകയാണ്. അപ്പോൾ താഴെ തട്ടിലേക്ക് ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തിയിലും ഇറങ്ങിച്ചെന്ന് ഓരോ വ്യക്തികൾക്കും ഈ കൗൺസിലിങ്, ഹീലിംഗ്, പരിശുദ്ധാത്മാവിൻ്റെ ഈ വലിയ വരദാനങ്ങൾ കൊടുക്കുവാൻ ദൈവം നിങ്ങളെയും നിങ്ങളുടെ മിനിസ്ട്രിയിലൂടെ അനേകരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഒത്തിരി പേർക്ക് ഇതിൻ്റെ പരിശീലനം കൊടുത്ത് ഈ ശുശ്രൂഷകരാക്കുവാൻ, കൗൺസിലേഴ്സായിട്ട് ഹീലിംഗ് മിനിസ്ട്രിയിലേക്ക് ഒരുപാട് ശക്തരായ ശുശ്രൂഷകരെ വാർത്തെടുക്കുവാൻ ദൈവം നിങ്ങളെയും നിങ്ങളുടെ മിനിസ്ട്രിയെയും ഉപകരണമാക്കട്ടെ എന്ന് ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ എപ്പിസോഡ് കണ്ട എല്ലാ പ്രിയ സ്നേഹിതരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ ശാന്തമായി ദൈവത്തോടൊപ്പം ഇരിക്കുക, ഹീലിംഗ് ദൈവത്തിൽ നിന്ന് ആസ്വദിക്കുക, ദൈവത്തോട് പങ്കുവയ്ക്കുക, സഹോദരരോട് അത് നമ്മൾ പങ്കുവയ്ക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ചൈതന്യം സൗഖ്യമായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, മനസ്സുകളിലേക്ക് അലയടിക്കും. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാ